ഈ സാധാരണ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷക്കാര് അവരൊക്കെ പാവങ്ങളാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ പോലും ഒരു മാറ്റം ഈ 30 വർഷത്തെ തുടർച്ചയായ ഭരണം കൊണ്ട് നഗരസഭക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്ന് ഒരു ചോദ്യമാണ് നമ്മൾ അവരോട് ചോദിച്ചത്. ഞാൻ നജീബ് കാന്തപുരം MLA-യോടൊപ്പമാണ്. 3 പതിറ്റാണ്ട് കാലം LDF കുത്തകയാക്കി വെച്ച പെരിന്തൽമണ്ണ നഗരസഭയും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും UDF-ന് നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച കഷ്ടപ്പെട്ട ഒരുപക്ഷെ പല പ്രാവശ്യം ഇവിടെ വരുമ്പോഴൊക്കെ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വന്നിട്ടേ ഉള്ളൂ എന്ന് പറയാറുള്ള നജീബ് കാന്തപുരം, ഈ പെരിന്തൽമണ്ണയിൽ നഗരസഭയിലെ ഈ LDF-ന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ കാരണങ്ങൾ, ഒട്ടേറെ കാരണങ്ങൾ നിങ്ങൾ തന്നെ നേരത്തെ UDF നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ജനം ഒരു തിരിച്ചടി കൊടുത്തതാണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ പറയുന്നത് ഈ സാധാരണ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷക്കാര് അവരൊക്കെ പാവങ്ങളാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ പോലും ഒരു മാറ്റം ഈ 30 വർഷത്തെ തുടർച്ചയായ ഭരണം കൊണ്ട് നഗരസഭക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്ന് ഒരു ചോദ്യമാണ് നമ്മൾ അവരോട് ചോദിച്ചത്. അവർക്ക് വീട് കിട്ടിയോ? അവർക്ക് തൊഴിൽ കിട്ടിയോ? അവർക്ക് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുണം കിട്ടിയോ? അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഈ നഗരസഭ സഹായിച്ചോ? എങ്കിലും ഞങ്ങൾ സംതൃപ്തരാണ്. അതുപോലും ഉണ്ടായില്ലല്ലോ. ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന വെള്ളംകോരികളായി നിൽക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകർ, എന്നാൽ അവരുടെ കഠിനാധ്വാനം കൊണ്ട് ഇതൊരു വലിയ സാമ്രാജ്യമായി വളർത്തിയ നേതൃത്വം. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വളരെ വിശദമായ വീഡിയോ കണ്ടു. അത് ഈ നാട്ടിലൊരു വളരെ പ്രമുഖനായ CPM നേതാവിന്റെ വീഡിയോ ആണ്. അദ്ദേഹം പുറത്തു പറഞ്ഞിരിക്കുന്ന ഇതാണ്: പാർട്ടി യജമാനന്മാര് ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിച്ച് ഈ നാട്ടിലെ സഖാക്കളെ ബലി കൊടുത്തിരിക്കുകയാണെന്നാണ്. സഖാക്കളാണ് തോറ്റത്. സഖാക്കൾ എങ്ങനെ തോറ്റു? ആര് തോൽപ്പിച്ചു? അവരുടെ നേതാക്കൾ തോൽപ്പിച്ചു. ഞാനിനി സഖാക്കളെ വിജയിപ്പിക്കാൻ പോവാണ്. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷക്കാരനാണെങ്കിലും അവരുടെ ജീവിതം എൻ്റെയും കൂടി പ്രശ്നമാണ്. അവരുടെ മക്കൾ എൻ്റെയും കൂടി മക്കളാണ്. അവർക്കൊരു ജീവിതം, മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കി കൊടുക്കല് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് കൊണ്ടുവന്ന് ഈ നാട്ടിലെ സർവ്വജനങ്ങളും ജയിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ജീവിത പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് ഏറ്റവും പാവപ്പെട്ടവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം നഗരസഭയുടേത് കിട്ടിയെന്ന് 5 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയുന്ന നേട്ടമുണ്ടാക്കുന്ന പദ്ധതികളിലേക്ക് ഞങ്ങൾ പോകും. ആ നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. 100% അതിന് വിജയകരമായിട്ടുള്ള പരിസമാപ്തി ഉണ്ടാവും. ഒരു കാര്യം ചോദിക്കേണ്ട, നഗരസഭ ചെറുപ്പൊലി ഞായറാഴ്ചയാണ്. ചെയർപേഴ്സന്റെ കാര്യത്തിലൊക്കെ UDF തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞു. ഇതെല്ലാം ഞങ്ങൾക്കൊരു പാർട്ടി സംവിധാനമുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ മത്സരിക്കുന്ന സമയത്ത് അങ്ങനൊരു തീരുമാനങ്ങളുടെ പിൻബലത്തിലല്ലല്ലോ ഞങ്ങൾ മത്സരിക്കാൻ ഇറങ്ങി. കാരണം അതൊരു യുദ്ധമായിരുന്നു. ആ യുദ്ധമുഖത്ത് ഞങ്ങളുടെ എല്ലാ പടയാളികളും ഒരുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. ചെയർമാൻഷിപ്പിലേക്ക് പല ഘടകങ്ങളും പരിശോധിച്ചാണ് തീരുമാനമെടുക്കുക. അത് തീരുമാനമെടുക്കുന്നത് ഞാനല്ല, അതെന്റെ മേലെ പാർട്ടിയുണ്ട്. UDF പാർട്ടിയുണ്ട്. അത് പാർട്ടിയാണ് തീരുമാനിക്കുക. പാർട്ടിക്ക് ജില്ലാ കമ്മിറ്റി ഉണ്ട്, പാണക്കാട് തങ്ങളുണ്ട്. അതുപോലെ പാർട്ടിയുടെ ഉന്നതതല നേതാക്കളുണ്ട്, നിയോജക മണ്ഡല കമ്മിറ്റി ഉണ്ട്. ഇത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതിൽ MLA അല്ല തീരുമാനം എടുക്കേണ്ടത്. തീർച്ചയായും അതില് തീർച്ചയായിട്ടും ഞാൻ അതിൽ എടുക്കുന്ന ഒരു സ്റ്റാൻഡ്, ഇതൊക്കെ എൻ്റെയും മേലെ പാർട്ടിയാണ്. അപ്പൊ എൻ്റെ മേലെ പാർട്ടി അതിൽ ചർച്ച ചെയ്ത് വിലയിരുത്തി അതിന്റെ യോഗ്യതയും മാനദണ്ഡങ്ങളും പരിശോധിച്ച് അത് ആര് എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. അതിന്റെ കൂടെ ഞാനും പ്രവർത്തിക്കും. കൂടാണ്ട് ഇനി ഒരു കാര്യം, ഇനി അടുത്തത് 6 മാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇതിൽ ടീം UDF VD സതീശൻ പോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് വലിയൊരു വിജയം നേടിയിരിക്കുന്നു. ഈ വിജയത്തിന്റെ ഘടകങ്ങളിൽ പല കാരണങ്ങളുണ്ടാകും. ഒരുപക്ഷെ ശബരിമല തുടങ്ങിയ വിഷയങ്ങളുണ്ടാകും. ഈ ടീം UDF ആയി നിന്ന് നിയമസഭയിലേക്കും ഇതുപോലൊരു വലിയ വിജയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൂടി ഉണ്ടാവും. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, പക്ഷെ അഹങ്കാരമല്ല. ഞങ്ങൾ ഇപ്പോഴും ഈ ഒരു വിജയത്തിൽ മതിമറന്ന് നിൽക്കുന്നില്ല. ഇത് പ്രവർത്തിക്കാൻ കൂടുതൽ ജനങ്ങളുടെ മാൻഡേറ്റ് ലഭിച്ചു എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ ഒരിക്കലും ഈ ഒരു
ലോക്കൽ ബോഡിയുടെ പാറ്റേൺ ആവില്ല. അല്ല 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 കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഇടതുപക്ഷം വളരെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് അവർ BJP ഉണ്ടാക്കിയ ധാരണ, അവരുടെ ഇത്രയും കാലത്തെ പോളിസികളിൽ നിന്ന് അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്, പുറകോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ അതൊരു വലിയ ചർച്ച കേരളത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും അവർ BJP ബാന്ധവത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാലോ അവരിടയ്ക്കിടയ്ക്ക് BJP എന്ന് പറഞ്ഞ് ആളുകളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ മാത്രം വിവരവും പൊളിറ്റിക്കൽ സെൻസും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ വിജയത്തിൽ ഞങ്ങൾ മതിമറന്ന് ഈ വിജയം തന്നെ അവസാനത്തേത് എന്ന് കരുതി മാറി നിൽക്കുന്നതിന് പകരം കൂടുതൽ ജനകീയമായി ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടാവുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പിന്നെ UDF അധികാരത്തിൽ വന്നാൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, UDF വന്നാൽ അതൊരു ജനങ്ങളുടെ ഭരണമായിരിക്കും. പണ്ട് നമ്മളൊക്കെ പരിഹാസ രൂപേണായിരുന്നു ആളുകൾ പറഞ്ഞത്. ഉമ്മൻചാണ്ടി സാറിന്റെ കസേരയിൽ ഒരു മനോരോഗിയായിട്ടുള്ള ഒരാൾ വന്നിരുന്ന ഒരു അനുഭവം ഉണ്ടായി. നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മുഖ്യമന്ത്രി വരുന്നിടത്തേക്ക് 100 മീറ്റർ അപ്പുറത്തേക്കല്ലാതെ ഒരു MLA ഇടതുപക്ഷത്തിന് നിൽക്കുമോ? ഇതാണ് ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. ആരോടെങ്കിലും ഞങ്ങൾ കടക്ക് പുറത്തെന്ന് പറയോ? ഇതാണ് ഇടതുപക്ഷവും ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇതൊരു ജനപക്ഷ മുന്നണിയാണ്. LDF ഒരു എന്താ പറയാ, ഇരുമ്പ് മറയാണ്. ഞങ്ങൾ തുറന്നിട്ട വാതിലാണ്. ഇതാണ് വ്യത്യാസം. ഈ തുറന്നിട്ട വാതിലിലൂടെ ജനങ്ങൾക്ക് വരാം, ജനങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം, ജനങ്ങൾക്ക് ഞങ്ങളെ കുറ്റം പറയാം. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് മണിയാശാൻ പറഞ്ഞ പോലെ വാങ്ങി പുട്ടടിച്ചിട്ട് പിന്നെ തിരിച്ചു കുത്തി പണി തന്നോ എന്ന് പറയാൻ കഴിയില്ല. കാരണം പരമാധികാരികൾ ജനങ്ങളാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ചുമതലക്കാർ മാത്രമാണ്. അതാണ് ഞങ്ങളുടെ പോളിസി. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ കിട്ടിയ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലൊന്നും ആത്മവിശ്വാസം അതൊരു വലിയ സംഭവമായിട്ടുള്ള ജനസേവകരായിട്ടൊന്നും നിൽക്കണമെന്നാണ് UDFന്റെ, പ്രത്യേകിച്ച് നജീബ് കാന്തപുരം MLA മാത്രമല്ല പല ആളുകളും. ഇപ്പം നേരത്തെ കഴിഞ്ഞ ദിവസം ഷംസുദ്ദീൻ MLA ആയിക്കോട്ടെ, മറ്റുള്ള UDFന്റെ പ്രധാനപ്പെട്ട എല്ലാവരും പറഞ്ഞത് ജനസേവകരാവണം, ജനങ്ങളെ സേവിക്കലാവണം, ഇരുമ്പ് മറയ്ക്ക് പിറകിലാവരുത് ജനം ഈ സേവകരോടൊപ്പം ഉണ്ടാകണം. അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ അക്കാര്യത്തിൽ UDF എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് മുന്നോട്ട് പോയി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ കണ്ട ഈ വിജയം ഒരുപക്ഷെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തുടരുമെന്ന ആത്മവിശ്വാസം നേതാക്കൾക്കുമുണ്ട്, പ്രവർത്തകർക്കുമുണ്ട്. ജനം തീരുമാനിക്കുകയല്ല, ഒരുപക്ഷെ ജനം തീരുമാനിച്ചതിന്റെ പ്രതിഫലനമാകും ഈ തദ്ദേശ പോരാട്ടത്തിൽ കണ്ടതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഏതായാലും ജനം ഇനിയും തീരുമാനിക്കട്ടെ അവരെ ആര് വാഴിക്കണമെന്ന്. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.